ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭരണഘടന നന്നായിട്ടങ്ങ് പഠിച്ചേക്കാം. അതിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ കുറച്ച് നാൾ വഴികൾ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം നിലവിൽ വന്നത് 1784 പിറ്റ്സ് ഇന്ത്യ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നും പിറ്റ്സ് ഇന്ത്യ നിയമത്തെ അറിയപ്പെടുന്നുണ്ട്. 1784 പിറ്റ്സ് ഇന്ത്യ നിയമത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. 1773 റെഗുലേറ്റിംഗ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. ഇങ്ങനെയൊരു പേര് വരാൻ കാരണം ഈ നിയമം നിലവിൽ വരുന്ന സമയത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? വില്യം പീറ്റ് ദ യങ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമം ഏതായിരുന്നു? 1784 പിറ്റ്സ് ഇന്ത്യ നിയമപ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ചത്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമം കൂടിയാണ് പിറ്റ്സ് ഇന്ത്യ നിയമം എന്നതുകൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. പിറ്റ്സ് ഇന്ത്യ നിയമത്തെക്കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി പറയുന്നത്. കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ എന്ന നിർവചന പരിധിയിൽ വരാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും പിറ്റ്സ് ഇന്ത്യ നിയമം ആണ്. 1784 പിറ്റ്സ് ഇന്ത്യ നിയമം അനുസരിച്ചാണ് കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ എന്ന നിർവചന പരിധിയിൽ വന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യയിലെ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൈവരാൻ കാരണമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. ആ പോയിന്റ് ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യയിലെ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൈവരാൻ കാരണമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം ഏതാണ്? ഉത്തരം പിറ്റ്സ് ഇന്ത്യ നിയമം. അതേപോലെ തന്നെ മദ്രാസിലും ബോംബെയിലും ഗവർണർമാരുടെ കൗൺസിലുകൾ സ്ഥാപിക്കാനിടയായ നിയമം കൂടിയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പരാജയ കാരണം എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പരാജയ കാരണം. ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. 1784 പിറ്റ്സ് ഇന്ത്യ നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണകാര്യങ്ങളെ ബ്രിട്ടീഷ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. രണ്ടാമതായി, ഇന്ത്യയിലെ കമ്പനി പ്രദേശങ്ങളെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. അടുത്ത പോയിന്റ്, കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വേർതിരിച്ചു. അങ്ങനെ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വേർതിരിച്ച് കഴിഞ്ഞതിന് ശേഷം ബോർഡ് ഓഫ് കൺട്രോൾ ആണ് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ആരായിരുന്നു? പിറ്റ്സ് ഇന്ത്യ നിയമപ്രകാരം കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വേർതിരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ വേർതിരിച്ചതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു. എന്നാൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വന്നത്. അതേപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. മദ്രാസിലും ബോംബെയിലും ഗവർണർമാരുടെ കൗൺസിലുകൾ സ്ഥാപിക്കുകയും ഈ നിയമപ്രകാരമാണ് ചെയ്തിരുന്നത്.
ലാസ്റ്റ് പോയിന്റ്, പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പരാജയ കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പരാജയ കാരണം. ഈ ക്ലാസ്സിൽ ഞാൻ ഉപയോഗിച്ചത് 2 ബുക്കുകളാണ്. നമ്മുടെ ലക്ഷ്യയുടെയും എൻട്രി ആപ്പിന്റെയും പുസ്തകങ്ങളിൽ വന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഒരു 5 മിനിറ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.